ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ റമീസ്ക്ക് ഇരുന്നിട്ട് ചെയ്യുന്ന പണി എന്താ വെച്ചാൽ കല്ലുമ്മക്കായി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിറച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുക ഇതിങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് റമിക്കാൻ്റെ വീട്ടിലോട്ടേക്ക് നോമ്പ് തുറക്കാൻ പോകണമെന്ന് വിചാരിക്കേണ്ടത്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മുഴുവനായിട്ട് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ ഒന്ന് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രിപ്പറേഷനിലോട്ടേക്ക് കിടന്നല്ലോ. ബാ റമീസ്ക്ക് എന്തിനാണ് റമീസ്ക്ക് കരയുന്നത്? ആകെ ഒരു ഉള്ളിത്തോല് കളയുന്നതിന് ഇത്രയും കരയണോ? ഇത് നോക്ക് ഗൈസ്, ആകെ 4-3-7 ഉള്ളിത്തോല് കളഞ്ഞതിന് വലിയ കണ്ണീർ സീരിയൽ കണ്ടപോലെ എങ്ങനെയുണ്ട്? നമ്മളൊന്നിച്ച് പണിയെടുക്കുന്ന സമയത്ത് റമീസ്ക്ക് ഒറ്റയ്ക്കാണേലും എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതിനിടയിലൊന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. അവർക്കറിയില്ല. ഇപ്പോൾ റമീസ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് കളയുമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഇരുന്നിട്ട് അതിന് എന്താ പറയുക, ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കരുതി എൻ്റെ കൂടെ ഇരിക്കാനും അത് തന്നെ വഴിയുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മൾ പാട്ടിൻ്റെ ചർച്ച ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ നമ്മളെ മൗലൂദുണ്ടല്ലോ അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും പാട്ടായിട്ട് അതിങ്ങനെ വായിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നോമ്പ് കാലം ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജിയാണല്ലേ. ഒരുപാട് വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും, പിന്നെ നമുക്ക് ഈ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുടുംബ വീടുകളിൽ പോയി നോമ്പ് മുറിക്കുക, അവരെ വിളിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് നോമ്പ് മുറിക്കുക. ഇതൊക്കെ ഒരു എല്ലാ മുസ്ലിംസിനെയും സംബന്ധിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു നല്ലൊരു മൊമെൻ്റാണല്ലേ ഇത്. അപ്പോൾ അങ്ങനെ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മളെ വക സ്പെഷ്യൽ കൊണ്ടു കൊടുക്കുക, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ. നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തോട്ടേക്ക് ഇവിടുന്ന് റമിക്കാനെ വീട്ടിൽ പോകാൻ ഞങ്ങൾക്ക് എന്തായാലും 1 മണിക്കൂറിനടുത്തോട്ടേക്ക് വേണം. അപ്പോൾ അപ്പോഴേക്ക് ഇതൊക്കെ തീരുമോന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ പറ്റുന്നത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ റമിക്ക് കാലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റമിക്കാനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 24/7 ഈ മെഷീൻ ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അസുഖമുള്ള വേറെ ആരെങ്കിലും നിങ്ങൾക്കറിയോ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഈ സംഭവം, ഇതിങ്ങനെ കാലനക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചില സമയത്ത് ഞാനിങ്ങനെ ഒരു മുട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെ അസുഖമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ആൾക്കാരുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. റമീസ്ഖാൻ്റെ പഴത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഇത് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് മിക്സിയിലൊന്നും അടിച്ച് കഴിഞ്ഞാൽ പഴം ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ ഉടക്കുന്നതാണ് നല്ലത്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾക്ക് ആവേശിച്ചിട്ട് കൂടിയതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എനിക്ക് അതുകൊണ്ട് പേസ്റ്റായി കിട്ടി. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എന്തേലും എന്നല്ല, ഫുൾ ടൈം ഞാൻ എന്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്, അടുക്കളയിൽ എന്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റമീസ്ക്ക് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരിങ്ങനെ അഭിപ്രായമൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, റമിക്ക ഭയങ്കര കുക്കാണല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഭയങ്കര ആവേശമാണ് അതുകൊണ്ട് അടുക്കളയ്ക്ക് കയറാനും വീഡിയോ എടുക്കാനൊക്കെ. ഇതിൻ്റെ ഇടയിൽ ആച്ചിയും ചോട്ടും എണീറ്റിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റമിക്ക നേരത്തെ കണ്ണുനീരൊക്കെ വറുത്തിട്ടുണ്ടാക്കിയിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ മിക്സി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ മിക്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും.
നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഈ മിക്സി വളരെ ഹെൽപ്പാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ടൈം പോകുന്നത് ഈ ഉള്ളി കട്ട് ചെയ്തിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ്. ഇത് ഉള്ളി മാത്രമല്ല, ഞാൻ കൂടുതൽ ഉള്ളി കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിക്കൻ ഫില്ലിങ്. ഇതെന്തുണ്ടാക്കാനാ? മിക്സിയിൽ ഉള്ളി മുറിച്ചപ്പോൾ ശ്രദ്ധിക്കാണ്ട് പോയത്. ഞാൻ ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന സ്നാക്സിനും അതുപോലെ തന്നെ നമ്മളെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പണ്ടും ഒന്നിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണി എളുപ്പത്തിൽ തീരാൻ വേണ്ടിയാണ്. അതിനെ നമ്മൾ ഉന്നക്കായ ഇത് ഉരുട്ടി വെച്ച് തുടങ്ങി. ടൈം ഒത്തിരി പോകുന്നതുകൊണ്ട് നമ്മൾ മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടൈം നമ്മളിങ്ങനെ വീഡിയോ എടുത്തതെല്ലാം കൂടി ഒന്നിച്ചിട്ടൊന്ന് ചേർത്താണ്. ഫൈനലി നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടിലോട്ട് പോവാം. നോമ്പ് തുറക്കാൻ എന്തെല്ലാം ഐറ്റം എന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാം. കല്ലമ്മക്കായി നിറച്ച് പൊരിച്ചിട്ടുണ്ട്. ഇത് മറ്റേതിനും ചമ്മന്തി മുട്ട. എന്നാ മുട്ട ചമ്മന്തി. എണ്ണക്കായി ഇനി കണ്ണപ്പം എന്നാ പറയുക, വേറെ എന്ത് പേരുണ്ടോ അറിയില്ലേ. ക്യാരറ്റ് വാള. ഇത് തേങ്ങാമുറി നമുക്ക് അവിടെ എത്തിയിട്ടാക്കാം. ഈ സമൂസ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച്, പിന്നെ അവിടെ കഴിക്കാനും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചേട്ടാ, അപ്പം നമ്മൾ കുഞ്ഞു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.